സംസ്ഥാനത്ത് ഡയാലിസിസ് രോഗികൾ ദുരിതത്തിലാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രോഗികൾ. 2 തവണയുള്ള ബയോമെട്രിക് പരിശോധനയിൽ ഇളവ് വരുത്തണമെന്നതാണ് ആവശ്യം. ഡയാലിസിസിന് മുൻപും ശേഷവും വിരലടയാളവും കൃഷ്ണമണിയുടെ സ്കാനിംഗും നടത്തണമെന്ന പുതിയ കേന്ദ്ര നിർദ്ദേശമാണ് രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാഹിദ്, ഒന്ന്, ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരെ വലയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡത്തിൽ ഇളവ് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും മധു, കാരണം നമുക്കറിയാം ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് ജീവിതത്തിലുടനീളം അവർ അനുഭവിക്കുന്നത്. ആ വേദനയ്ക്കൊപ്പമാണ് ഇത്തരത്തിൽ ഒരു ഇരട്ടി എന്ന രീതിക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, മറിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരമാണ് ഏപ്രിൽ മാസം മുതൽ ഇത്തരത്തിൽ ഈ ഒരു പുതിയ നടപടിക്രമം ആരംഭിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്: ഒന്ന് കൈയിൻ്റെ തമ്പ്, മറ്റൊന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി. ഇത് രണ്ടും ഡയാലിസിസിന് മുൻപും പിൻപും ചെയ്യണം എന്നുള്ളത്, ബയോമെട്രിക് പരിശോധന മുൻപും പിൻപും ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്നാൽ മുൻപ് ഇത് ഇങ്ങനെ ആയിരുന്നില്ല. മാസത്തിൽ ഒരു തവണ മാത്രം ഇത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ നിർദ്ദേശപ്രകാരം ഇത് 2 തവണ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയാലിസിസിന് പോകുന്ന രോഗികളെ സംബന്ധിച്ച് ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ അത് 3-4 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു 2-3 മണിക്കൂർ വരി നിൽക്കുക എന്ന് പറയുന്നത് അത് അവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഒരു പനി വന്നാൽ പോലും നമുക്കൊരു വരി നിൽക്കാനോ അല്ലെങ്കിൽ അധിക നേരം ഒരു സ്ഥലത്ത് കാത്തുകെട്ടി കിടക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഈ ഡയാലിസിസ് പോലെ ഇത്രയും അധികം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് വേദന തിന്നുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇളവ് വരുത്തണം എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇതിനൊക്കെ തന്നെ പുറമെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഡയാലിസിസ് ഉണ്ട്. ആ ഡയാലിസിസിന് സാധാരണഗതിയിൽ ഈ കൂടെയുള്ള ആളുകൾ മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലാണ് ഇവർ ഇത് വന്ന് വാങ്ങുകയും പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഓരോ 3 ആഴ്ച കൂടുന്ന സമയത്തും ഇവർ ഈ ആശുപത്രിയിൽ വരണം. പ്രത്യേകിച്ച് ഈ പെരിറ്റോണിയലൊക്കെ ചെയ്യുന്ന ആളുകൾ കിടപ്പ് രോഗികളായിരിക്കും. ആ കിടപ്പ് രോഗികളും സമാനമായ രീതിയിൽ തന്നെ ഈ 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ക്യൂ നിന്ന് ഈ തമ്പും അതുപോലെ തന്നെ കൃഷ്ണമണിയുടെ പരിശോധനയും ഒക്കെ പൂർത്തിയാക്കി വേണം ആശുപത്രിയിൽ നിന്നും മടങ്ങുക. പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ആയിരിക്കും ഇവർ ഈ ചികിത്സയ്ക്കായി എത്തുകയും ചെയ്യുക. അപ്പോൾ എത്രയും വേഗം ഇവരുടെ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ദുരിതത്തിലേക്ക് കൂടി വെളിച്ചം വീഴ്ത്തുന്നതാണ് ആ വാർത്ത. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു ബയോമെട്രിക് പരിശോധനകൾക്ക് വേണ്ടി എന്നുള്ളതാണ് പ്രശ്നം. ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന സാഹചര്യത്തിൽ, കടുത്ത വേദനകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്ന മാനദണ്ഡത്തിൽ ഇളവ് വരുത്തണം എന്നുള്ളതാണ് ആവശ്യം. കേന്ദ്ര നിർദ്ദേശമാണ്. അതിന് പരിഹാരം കാണാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് ആവശ്യം.